ദൈവമേ നിന്റെ ഉദ്ദേശം എന്താണ്? അതും കൂടെ നമ്മൾ ഇന്ന് പോൽക്കാലം അറിയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വയം അറിയണം, ദൈവത്തെ നമ്മൾ അറിയണം, ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് എന്താണെന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിളിലെ ഒരു പഴയ ചരിത്ര സംഭവത്തിലൂടെയാണ് നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കുറേ കാര്യങ്ങൾ മാത്രമേ കുട്ടികൾക്ക് ഉപയോഗപ്പെടുകയുള്ളൂ, കൂടുതൽ കാര്യങ്ങളും മുതിർന്നവർക്കേ ഉപയോഗപ്പെടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായി, കൂടുതൽ കാര്യങ്ങളും മുതിർന്നവർക്ക് ഉപയോഗപ്പെടുള്ളൂ. കുട്ടികൾക്ക് ഈ സ്കൂളിൽ പ്രീ KG, LKG, UKG തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ പാട്ടുകളും കഥകളുമാണ് അവരെ കൂടുതൽ പഠിപ്പിക്കുന്നത്, ഡാൻസും ഒക്കെയാണ്. 1-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുറച്ച് മാറ്റം വരുത്തി കുറേശ്ശെ അക്ഷരങ്ങളോടെ പഠിപ്പിക്കും, അല്ലേ? വലിയ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും അവർക്ക് നല്ല നല്ല പാഠങ്ങളെ പഠിപ്പിക്കും, ലോകത്തിലെ പല കാര്യങ്ങളെ പഠിപ്പിക്കും. ഇതെല്ലാം പഠിച്ച് പൂർത്തിയായി കഴിയുമ്പോൾ അവർ ജോലിയിലൊക്കെ പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങൾ എന്ത് പാടാൻ പഠിപ്പിച്ചാൽ പാട്ട് പാടും, ഡാൻസ് ചെയ്യാൻ പഠിപ്പിച്ചാൽ ഡാൻസ് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അവരത് ചെയ്യും, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യില്ല അവർ. ഇവിടെ ഉള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സാധാരണയുള്ള ആൾക്കാരാണ്. ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല. ഇവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 2-3 പേരെങ്കിലും വിശ്വസിക്കും. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാൻ വേണോ? അമ്പിളിയമ്മാവനെ വേണോ? നിനക്ക് അവന് വേണ്ടെന്ന് പേടിച്ചു പോയി. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. എന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ അടുത്ത സമയത്ത് ഒരു പ്രസംഗത്തിലൂടെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരു യൂട്യൂബിലൊരു മെസ്സേജിൽ കേട്ടതാണ്. ഒരു പെൺകുട്ടി പറയുന്നതാണ്, ഒരാൾ പറഞ്ഞു പോലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെല്ലാം കൈയുയർത്താൻ, എല്ലാവരും കൈയുയർത്തി. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള മുഴുവൻ ആൾക്കാരും കൈയുയർത്തി. അടുത്ത ചോദ്യം, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ആരുമില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, ഇപ്പൊ പോകണമെന്നുള്ള ആഗ്രഹമുള്ള ആരും ഇല്ല. കാരണം ഇപ്പൊ പോയാൽ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈ ആര് കഴിക്കും? മീൻ പൊരിച്ച് വെച്ചിരിക്കണം, അത് ആര് കഴിക്കും? പ്രൈസ് ദി ലോർഡ്. നാളുകളിൽ പല പല ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട്, അതെങ്ങനെ നേടിയെടുക്കാൻ പറ്റും? അപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ സ്വർഗമൊക്കെ പറഞ്ഞാലും അനേകർക്ക് അവരുടെ ലക്ഷ്യം ഇവിടെയൊക്കെയുള്ള ജീവിതങ്ങളാണ്. ഇവിടെ എങ്ങനെ നന്നാവണം, ഇവിടെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം, അത്രയും മാത്രമേ ഉള്ളൂ. ഈ ലക്ഷ്യമൊന്ന് മാറി ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെയും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, സ്വർഗത്തിലും നമ്മൾ എത്തിച്ചേരേണ്ട സമയത്ത് എത്തിച്ചേരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൈകൾ അടിച്ച് ആ കർത്താവ് നന്ദി പറയട്ടെ അല്പനിമിഷം. ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന എന്താണ് നമ്മെക്കുറിച്ചുള്ളത്, അത് നമ്മൾ അറിഞ്ഞ് അതിന് പ്രകാരം ജീവിച്ചു പോയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അദ്ദേഹം പറഞ്ഞത് 1-ൽ കൂടുതൽ പ്രധാനമന്ത്രിമാർ ഇവിടെ ഉണ്ടാവണമെന്ന്. എന്താ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. അത് അങ്ങനെ എന്തൊക്കെയാ. ഇങ്ങനെ ഒരു സൺഡേ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ ഈ സൺഡേ സ്കൂൾ ആരംഭിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു ലോകത്തിൽ. ആ വ്യക്തി ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഖനിത്തൊഴിലാളികളുടെ ഇടയിലുള്ള അവരുടെ മക്കൾ, അലങ്ങി തിരിഞ്ഞ് നടക്കുന്ന മക്കളെ കണ്ടിട്ട് അവരെ വളച്ചിരുത്തി വേദവചനം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. ആ വ്യക്തി കുട്ടികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, പ്രൈസ് ദി ലോർഡ്, ബുദ്ധി ഉപദേശത്താൽ മഹാത്മാരാക്കാവുന്ന കൊച്ചു വികൃതികൾ. എന്ന് വെച്ചാൽ വികൃതി കുട്ടികളാണ്, പക്ഷെ ബുദ്ധി പറഞ്ഞു കൊടുത്താൽ അവരെ മഹാത്മാരാക്കി മാറ്റാം. പ്രൈസ് ദി ലോർഡ്. ബുദ്ധി ഉപദേശത്താൽ അവരെന്ത് ചെയ്യാം? മഹാത്മാരാക്കി മാറ്റാം. ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം, ഇതിനു മുമ്പ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാർ, നമ്മുടെ വകുപ്പ് മന്ത്രിമാരെല്ലാം ഇതുപോലുള്ള കുട്ടികളായിരുന്നു വന്നവരാണ്. അന്ന് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവർ ഇന്നതിലായിത്തീരുമെന്ന്. എന്നാൽ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ. ഇവിടെ മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്, നമ്മുടെ രാജ്യത്തിൽ പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ, പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് സ്തോത്രം മന്ത്രിമാർ എഴുന്നേൽക്കണം, IAS IPS ഉദ്യോഗസ്ഥർ എഴുന്നേൽക്കണം, ഉന്നത ഉദ്യോഗസ്ഥർ എഴുന്നേൽക്കണം, പച്ച മഷി കൊണ്ട് സിഗ്നേച്ചർ ഇടുന്ന അധികാരമുള്ളവർ എഴുന്നേൽക്കണം. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവരുണ്ട്, അനേക സഭകളിൽ അങ്ങനെയുണ്ട്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള സഭകളിലും അത് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ സഭയിലും അങ്ങനെ സംഭവിക്കണം? വരും നാളുകളിൽ ഇതുപോലുള്ള യോഗങ്ങൾ നടക്കുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ആരാധിക്കുന്നത് ആത്മാവിൽ കണ്ടു നോക്കൂ. ആ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അവർക്ക് അകമ്പടി കൊടുക്കുന്ന സെക്യൂരിറ്റി സംവിധാനങ്ങളും ഇവിടെ കാണും. പ്രൈസ് ദി ലോർഡ്.
കരുടുത്ത് അല്ല പറയാ. നടക്കുന്ന കാര്യമാണോ അതൊക്കെ? നടക്കുന്ന കാര്യമാണോ? നടക്കുമോ? നടന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം അങ്ങനെ ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് വരാം. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഞാനിവിടെ വായിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1-ാം വാക്യവും 11-ാം വാക്യവും 17-ാം വാക്യവും നമ്മൾ വായിക്കാൻ പോവുകയാണ്. 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും അതിലെ 1-ാം വാക്യവും 11, 17. ഓക്കെ. മതി. കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. അടുത്ത 11-ാം വാക്യം. ആ 11. വായിക്കൂ. ഒന്നുകൂടെ വായിക്കൂ. അടുത്ത 17-ാം വാക്യം. അപേക്ഷിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഈ സംഭവത്തെ അതുപോലെ വായിച്ച് വിശദീകരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പിന്നിലൊരു പശ്ചാത്തലമുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ഗദരദേശത്ത്, കടലിനക്കരെ ഗദരദേശത്തെത്തി. ഇതെല്ലാവർക്കും അറിയാവുന്ന, സൺഡേ സ്കൂൾ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ്. യേശു ശിഷ്യന്മാരും കൂടെ, യേശു പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. പോകാന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് അക്കരയ്ക്ക് എത്തി. വഴിയിൽ കടലിനകത്ത് വെച്ച് ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം നമുക്കറിയാം. കാറ്റിളകി, കടലിളകി, ഒരു മുങ്ങമാറായി, പ്രാണഭയത്തിലായി. യേശു ഉണർന്നു വന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവരെ ധൈര്യപ്പെടുത്തി. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ എതിരേറ്റു. യേശു അവനിലുള്ള ഭൂതത്തെ പുറത്താക്കി. ആ ഭൂതം എല്ലാം കൂടെ അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന ഒരു പന്നിക്കൂട്ടങ്ങളിലേക്ക് കയറി. അതെല്ലാം കടും തൂക്കോടെ അത് കടലിൽ വീണ് ചത്തു. അത് കഴിഞ്ഞ ശേഷം വായിക്കുന്നത് യേശുവിനെ ആ ദേശത്ത് നിന്ന് ഓട്ടിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞങ്ങളുടെ ദേശം വിട്ട്, ഈ അതിര് വിട്ട് പോകണമേ, നീ ഇവിടെ നിന്നാൽ ഞങ്ങളുടെ സമ്പത്തെല്ലാം നശിച്ചു പോകും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് ഇത്രയുമാണ് ഇതിനകത്ത് 20-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നൊരു കാര്യം, ഇവിടെ തിബരിയാസ് എന്ന് പറയുന്ന ഒരു കടൽക്കര, പ്രൈസ് ദി ലോർഡ്, ദെക്കപ്പൊലീസ് എന്നറിയപ്പെടുന്ന ഒരു പട്ടണം. പ്രൈസ് ദി ലോർഡ്. ദെക്കപ്പൊലീസ് എന്നറിയപ്പെടുന്ന, അത് ദെക്കപ്പൊലീസ് എന്ന് പറയുമ്പോൾ 10 പട്ടണങ്ങൾ എന്നാണ്. ആ വാക്ക് തന്നെ ഒരു ഹീബ്രു വാക്ക്, ഗ്രീക്ക് വാക്കാണ്. അപ്പൊ 10 പട്ടണങ്ങൾ, അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഗദരദേശം. ഈ ഗദരദേശം ഈ 10 പട്ടണങ്ങളിൽ ഒന്നാണ്. പേരുള്ള പ്രസിദ്ധമായ പട്ടണങ്ങളാണ് ഇതൊക്കെ. 10 പട്ടണങ്ങൾ, അതിലൊന്ന്. ഈ പട്ടണത്തിന്റെ പേര് ഗദരദേശം. എല്ലാവരും ചേർന്ന് ആ വാക്ക് പറയൂ. എല്ലാവരും ഉറച്ചു പറയണം. പറയൂ, ഗദരദേശം. ഒന്നുകൂടെ, നിങ്ങളുടെ സൗണ്ട് കൂടെ ഇനി കേൾക്കണം. ഗദരദേശം. ഒന്നുകൂടെ. ഇത്രയും സൗണ്ട് പോരാ, ഉറച്ച്. വിശന്ന് തളർന്നിരിക്കുകയാണോ? വിശപ്പുണ്ടോ? ഉറച്ച്. ഉപവസിക്കുന്നവരാണോ? ഉറച്ചു പറയൂ, ഗദരദേശം. നിങ്ങൾ വാഗൊണ്ട് പറയുമ്പോഴേ ചില കെട്ടഴിയും. നാക്കിൽ കെട്ടിരിക്കുകയാണ്, അത് മനസ്സിലാക്കണം. നാക്കിനെ കെട്ടിയ കെട്ടുകളുണ്ട്. നമ്മുടെ ധൈര്യത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ മുന്നേറ്റത്തെ തടയുന്ന, നമ്മുടെ കഴിവുകളെല്ലാം പിടിച്ചു വയ്ക്കുന്ന ഒരു കെട്ട് നാക്കിലുണ്ട്. അത് അഴിയണമെങ്കിൽ നമ്മൾ ഉറച്ചു വിളിക്കണം. പറഞ്ഞു നോക്കൂ, ഗദരദേശം. പ്രൈസ് ദി ലോർഡ്. ഈ ഗദരദേശം എന്ന് പറയുന്ന ഈ സ്ഥലം അല്ലെ, ഇവിടെ പുറജാതിക്കാരാണ് അവിടെ പാർക്കുന്നത്. ആദ്യം അവിടെ പാർക്കുന്നത് പന്നികളെ മേയ്ക്കുന്നവരാണ്. അവരുടെ തൊഴിൽ അങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്നവരാണ്. പന്നികളെ മേയ്ക്കുന്ന തൊഴിൽ ചെയ്യുന്നവരാണ് അവര്. അപ്പൊ ഇവര് ഈ ഗദരദേശം എന്നുള്ള പേര് കിട്ടാൻ കാരണം ഗാദ്യന്മാർ പാർക്കുന്ന ദേശം എന്നാണ് അതിന്റെ അർത്ഥം. ഗാദ്യന്മാർ. പറഞ്ഞു നോക്കൂ, ഗാദ്യന്മാർ. നമ്മൾ ചില അറിവിലേക്ക് വരാൻ പോവുകയാണ്. ആ അറിവ് വരുമ്പോൾ നമ്മുടെ ചിന്തയിൽ ചില ബന്ധനം അഴിയും. അത് നമ്മൾ വാഗൊണ്ട് പറയുമ്പോൾ നാവിലും ചില കെട്ടുകൾ പൊട്ടും. അങ്ങനെ നമ്മൾ സമ്പൂർണമായൊരു വിടുതലിലേക്ക് നമ്മൾ മാറ്റപ്പെടും. പറഞ്ഞു നോക്ക്, ഗാദ്യന്മാർ പാർക്കുന്ന ദേശം. നിങ്ങൾ എല്ലാവരും പറയുന്നില്ല. എന്റെ പ്രസംഗം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ?
നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ചേർന്നാണ് പാസ്റ്റർ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് നിങ്ങളെല്ലാവരും ഒരു അല്ലല്ലോ പറഞ്ഞു നോക്കൂ. ഈ സ്റ്റുഡൻസ് മാത്രം ഒരു അല്ലല്ലോ പറയാൻ പോവുകയാണ്. പറയൂ. ഹല്ലേലൂയ. 1 2 3 സ്റ്റാർട്ട്. കുറച്ച് ശബ്ദം നടത്തി. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് ബഹളം കാണിക്കണം. പറയൂ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി. കുഞ്ഞുങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയേ. കുറച്ച് വരട്ടെ, സൗണ്ട് വെളി വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ടൈമിംഗ് പറയണം അല്ലേ? 1 2 3 സ്റ്റാർട്ട്. ഇത്രയും പോലെ കുറച്ചുകൂടെ ഉറച്ചത്തിൽ. 1 2 3 സ്റ്റാർട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, ഗദരദേശം ഗാദ്യന്മാരെന്ന് പറഞ്ഞാൽ യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. എത്ര? ഈ 12 മക്കളിൽ ഒരാളുടെ പേരാണ് ഗാദ്. എന്തോന്ന്? യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളിന്റെ പേരാണ് ഗാദ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കനാൻ നാടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോർദാന്റെ ഇക്കരെ എത്തിയ സമയത്ത് ഈ ഗാദ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ യോർദാൻ കടന്ന് അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. യോർദാന്റെ ഇക്കരെ ഞങ്ങൾ നിൽക്കാം. ഇസ്രായേൽ ജനതയെ കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന അന്നത്തെ പാസ്റ്റർമാർ, ലീഡർ, നേതാവ് ഇസ്രായേൽ ജനതയെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. എവിടത്തേക്ക്? പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക്. ആ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് അവരെ അയച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് അവരെത്തി. അത് യോർദാൻ നദിയുടെ കരയിൽ. ഈ യോർദാൻ നദിയുടെ കരയിലെത്തി. യോർദാൻ നദിയുടെ കരയിലെത്തിയപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് നദി കടന്ന് അക്കരെ പോകാൻ താല്പര്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യോർദാന്റെ നദി കര എന്ന് പറയുന്നത് ഫലപുഷ്ടിയുള്ളതാണ്. യോർദാൻ അടിക്കടി കരകവിഞ്ഞൊഴുകുമ്പോൾ അവിടെയുള്ള വണ്ടൽ, ഈ മണ്ണുകൾ സൈഡിലെല്ലാം ഇങ്ങനെ വണ്ടൽ പിടിക്കും. വെള്ളം വറ്റി കഴിയുമ്പോൾ അവിടെ എല്ലാം വണ്ടലുമായി മാറും. ആ വണ്ടലുകളിൽ നല്ല നല്ല ചെടികൾ വളരും, കാട് പിടിച്ച് വളരും, നല്ല കൊഴുത്ത് തഴച്ച് ചെടികൾ വളരും. പക്ഷെ ഈ ആടുകളെ മേയ്ക്കുന്ന ഇസ്രായേൽക്കാർക്ക്, യഹൂദന്മാർക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടതാണ്. കാരണം എന്തെന്നറിയാമോ? ആടുകൾക്ക് തീറ്റിപ്പോറ്റാൻ പറ്റിയ നല്ല കൊഴുത്ത പച്ചിലകളുള്ള സ്ഥലമാണിത്. പക്ഷെ വേറൊരു കാര്യം അവർ ശ്രദ്ധിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ നദി കവിഞ്ഞൊഴുകുമ്പോൾ ഇവിടെ എല്ലാം വെള്ളപ്പൊക്കമുണ്ടാകും, അപകടമുണ്ടാകും. ഇതവരറിയുന്നില്ല. അക്കരെ പോകാൻ താല്പര്യമില്ല അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ പറയാണ്, ഞങ്ങളെ അക്കരയ്ക്ക് വരാൻ നിർബന്ധിക്കരുതേ. ഞങ്ങൾക്ക് വളരെ ആടുമാടുകളുണ്ട്. ആടുമാടുകളെ തീറ്റാൻ പറ്റിയ പച്ചിലകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ താമസിച്ചോളട്ടെ എന്ന് ചോദിച്ചു. എല്ലാരും കൂടെ ചെന്ന് 12 ഗോത്രത്തിൽപ്പെട്ട തലമുറകളുമായിട്ട് കനാലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗോത്രക്കാര് പറയാണ്, ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ആവുകയാണ്, ഞങ്ങൾ ഇവിടെ വീഴാൻ പോവുക, ഞങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നില്ല. ആലോചിച്ച് നോക്കൂ, 12 എണ്ണത്തിന് അവിടെ കൊണ്ടെത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. പല കോംപ്രമൈസുകളൊക്കെ ചെയ്തു നോക്കി, ചർച്ചകളൊക്കെ നടത്തി, ഒരു രക്ഷയില്ല. അപ്പം ദൈവം ചോദിച്ചു, മോശേ, ദൈവം ചോദിച്ചു, നീ എന്ത് ചെയ്യണം? ഇവിടെ കിടന്ന് എന്തിനാണ് കാറി കൂവുന്നത്? നീ ബഹളം കാണിക്കണ്ട, അവർ പറയുന്നത് പോലെ അങ്ങ് അനുവദിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ നേരത്തെ ഒരു ഓഫർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്നാലും യുദ്ധം നേരിടുമ്പോൾ ഞങ്ങൾക്ക് SMS അയച്ചാൽ മതി, ഞങ്ങൾ വന്ന് എന്ത് ചെയ്തോളാം? യുദ്ധം ചെയ്തോളാം. ഇവർ ശക്തരാണ്. ഈ സംഘം എന്ന് പറയുന്നത് ചെറിയ ഗോത്രമാണ്. ഈ ചെറിയ ഗോത്രമാണെങ്കിലും ഇസ്രായേൽ ജനതയുടെ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്ത് അവരെ ജയത്തിലേക്ക് നടത്തുന്നവരിൽ പെട്ടവരാണ് ഇവർ ഗാദ്യന്മാർ. ഇവരെ കുറിച്ച് പറയുന്നത് സിംഹി കണക്ക് ഇവർ പതിഞ്ഞു കിടക്കുന്നു. ആമേസ്തോത്രം, ഹല്ലേലൂയ. ഇവർക്ക് ഭയങ്കര ശക്തിയാണ്. സിംഹി കണക്ക് പതിഞ്ഞു കിടക്കും, മുണ്ടോതെ കിടക്കും. സിംഹം എന്ന് പറയുന്നത് ഇളക്കപ്പെരുക്കും, ചാട്ടോ ബഹളൊന്നും കാണിക്കയില്ല, പതിഞ്ഞു കിടക്കും. അതിന്റെ അടുത്ത് ചെന്നാൽ അതിന്റെ ശരിയായ സ്വഭാവം വെളിയിൽ വരും. പ്രൈസ് ദി ലോർഡ്. അടുത്ത അവരെ കുറിച്ച് മോശ പ്രവചിച്ച് പറഞ്ഞിങ്ങനെയാണ്, ഗാദിനെ കുറിച്ച് പറയുന്നത്, കവർച്ചപ്പട അവരെ ഞെരുക്കും,
ഗാദ്യരോ അവരുടെ പിൻപടയെ ഞെരുക്കും. നല്ല യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവർ, പ്രൈസ് ദി ലോർഡ്, നല്ല യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവരാണ് ഈ ഗാദ്യന്മാർ. തന്ത്രപരമായിട്ട് ചെന്ന് ശത്രുക്കളെ തോൽപ്പിച്ച് ഇസ്രായേലിയർക്ക് ജയമുണ്ടാക്കി കൊടുക്കുന്നവനാണ് ഇവരാണ് വഴിയിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇന്നത്തെ പശ്ചാത്തല സഭകളിൽ അങ്ങനെ സംഭവിക്കും. സഭയ്ക്ക് വളരെ പ്രയോജനപ്പെടും. ആത്മാക്കളെ ഒരുപാട് പേരെ നേടാനായിട്ട് കഴിവുള്ളവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർമാർ അവർക്ക് വേണ്ടി ഒരുപാട് സമയമൊക്കെ ചെലവഴിക്കും. അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർ പതുക്കെ അങ്ങ് പുറകിലോട്ട് പോകും. ഞങ്ങൾ ദശാംശമൊക്കെ അയച്ചു തരാം, സ്തോത്രക്കാഴ്ചയൊക്കെ അയച്ചു തരാം, ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റർ ഇങ്ങോട്ട് വരണം, ഞങ്ങൾ പള്ളിക്ക് ആവശ്യമുള്ള ഫാനൊക്കെ വാങ്ങിച്ചു തരാം, കസേരയൊക്കെ വാങ്ങിച്ചു തരാം, ഇതൊക്കെ ചെയ്തു തരും, ഉപവാസ പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ വിളിച്ചാൽ ഞങ്ങൾ വരും എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാം. അവരെ അങ്ങ് അനുവദിച്ചു. ഇവരുടെ ജോലി എന്താണ്? ഇവരുടെ ജോലി എന്താണ്? ജോലി പറയൂ, ജോലി എന്താണ്? ആടുമേപ്പ്. ഇപ്പൊ നോക്കൂ, ഈ ദേശമാണ് ഗദരദേശം. യേശു യോർദാൻ അക്കരെ ഗദരദേശത്തെത്തി. എവിടെ എത്തി? ഗദരദേശത്തെത്തി. വെളിപ്പാട് പുസ്തകം പഠിച്ചു നോക്കുമ്പോഴേ യാക്കോബിന്റെ 12 മക്കളും അവിടെ നിൽക്കുന്ന കാഴ്ച, ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേര് വെച്ച് അവിടെ നിൽക്കുകയാണ്. അതിൽ ഒരു ഗോത്രം എവിടെ? അങ്കടക്കുകയാണ്. അവരിവിടെ ഇല്ല. എണ്ണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ കൂട്ടത്തിലില്ല. ഞാൻ പറയട്ടെ, സ്വർഗസ്ഥനായ ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോൾ ആ ഗോത്രത്തെ രക്ഷിക്കാൻ ആ ഗദരദേശത്തിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കൻ ഞാൻ പറയട്ടെ, യേശു നിന്റെ കുടുംബത്തിൽ വന്നത് നിന്റെ കുടുംബത്തെ രക്ഷിക്കാനാണ്. നിന്റെ കുടുംബത്തിൽ പലരും യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്റെ കുടുംബത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. അവൻ നിന്റെ തറവാട്ടിൽ നീ മാത്രം രക്ഷിക്കപ്പെട്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോളണം, നിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. നീ ആ കൂട്ടത്തിലില്ല. നിന്നെ അവിടെ എത്തിക്കാനാണ് യേശു നിന്റെ കുടുംബത്തിൽ വന്നത്. ഒറ്റയ്ക്കായി ഇറങ്ങി വന്നവരൊക്കെ അവർ ചിന്തിച്ചോട്ടെ, ഒറ്റയ്ക്ക് കുടുംബത്തെ ഒറ്റയ്ക്ക് കർത്താവിനെ നോക്കി ഇറങ്ങി പറയട്ടെ, നിന്നെ കൊണ്ട് ആ കുടുംബത്തിന് ആവശ്യമുണ്ട്. നിന്റെ തറവാട്ടിൽ നിന്നെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിന്നെ രക്ഷിക്കുവാനാണ് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ അടുത്തേക്ക് അവൻ ഇറങ്ങി വന്നത്. യേശു അവിടെ ഇറങ്ങി വന്നു. ഞാൻ ഇനി നമ്മുടെ പ്രായോഗിക നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ വന്നപ്പോ ആ ഗാദ്യന്മാർ പന്നികളെ മേയ്ക്കുന്നവരാണ്. ഇപ്പോൾ നേരത്തെ അവരുടെ തൊഴിൽ എന്താണ്? ആട് മേയ്ക്കൽ. യഹൂദന്മാർക്ക് പന്നി എന്ന് പറയുന്ന വാക്ക് പോലും പറഞ്ഞുവിടാ. അവർക്ക് ശപിക്കപ്പെട്ട ഒരു ജീവിയാണ് പന്നി. ഇപ്പൊ അവരുടെ തൊഴിൽ പന്നി കച്ചവടം. ആയിരക്കണക്കിന് പന്നികൾ കൂട്ടം കൂട്ടമായിട്ട് വളർത്തുന്നിടം. ഇനി യേശു ഇവിടെ നിന്നാൽ ഈ പന്നികളെല്ലാം കടലിൽ പോകും. അതുകൊണ്ട് യേശുവിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. പക്ഷെ യേശു അവിടെ നിന്ന് പോയി. പക്ഷെ ഈ സുഖം പ്രാപിച്ച പയ്യൻ, ചെറുപ്പക്കാരൻ, തുണിയൊക്കെ ഉടുത്ത് വന്നിട്ട്, കർത്താവേ ഞാനും അങ്ങയുടെ കൂടെ വരുന്നേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ അനുവദിക്കാതെ, നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? യേശു ആ ദേശത്ത് വന്നതിന്റെ ഉദ്ദേശം ഒരുത്തനെ അവിടുന്ന് പൊക്കിയെടുത്ത് കൂടെ കൊണ്ടുപോകാനല്ല. എന്നാൽ യേശുവിന്റെ കൂടെ വരാൻ ആഗ്രഹിച്ച കുറെ ആൾക്കാരെ കർത്താവ് കൂടെ കൊണ്ടുപോയിരിക്കല്ലേ. പക്ഷെ ഇവനെ കൂടെ കൂട്ടിയില്ല. കാരണം എന്തെന്നറിയാമോ? ഈ ദേശത്തിലുള്ള ഓരോ വ്യക്തികളും സ്തോത്രം കാഹളം കേൾക്കുമ്പോൾ അവിടെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ നിന്നാ പറ്റില്ല, നീ ഇവിടെ നിൽക്കണം. നിന്റെ വീട്ടിൽ നിനക്കുള്ളവരെ അടുക്കൽ ചെന്ന് നീ പറയണം, യേശു എന്നോട് കരുണ കാണിച്ചു, അവൻ എന്റെ കർത്താവായി മാറി. നീ അത് പറയണം. പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരും എന്നിൽ വിശ്വസിക്കും. വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. കാഹളം കേൾക്കുമ്പോൾ ഗദരദേശത്ത് നിന്ന് ഒരു വലിയൊരു കൂട്ടം പേര് പറന്നുയരും. Praise the Lord. Hallelujah. Hallelujah. ഇതാണ് അവിടുത്തെ വലിയ യേശുവിന്റെ കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞു, യേശുവിന്റെ മനസ്സിലിപ്പ് മനസ്സിലായോ? നിന്നെ കർത്താവ് സൗഖ്യമാക്കി എന്തിനെന്നറിയാമോ? സൗഖ്യമാക്കുന്നതോടുകൂടെ സുവിശേഷത്തിന്റെ പ്രവൃത്തി അവസാനിക്കുന്നില്ല, അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. യേശുവിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഉത്തരവാദിത്തം പിന്നെയുണ്ട്. ഇത് മറ്റുള്ളവരോട് പറയണം. യേശു എന്നെ തൊട്ടു, യേശു എന്നെ തൊട്ടു. നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം.
പറഞ്ഞുകൊണ്ടേയിരിക്കണം. നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വിശ്വാസത്താൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, പ്രവചനാത്മാവ് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെയുള്ള മൊത്തം ആൾക്കാരും ഒരു വ്യക്തിയോടെങ്കിലും ഇത് പറഞ്ഞാൽ ഈ ഹാള് ഒരു വർഷത്തിനുള്ളിൽ വലിയ ഹാളായി മാറും. ഇവിടെയുള്ള ഈ കെട്ടിടങ്ങൾ ആ ഡൈനിങ് ഹാളാണെന്നാണ് തോന്നുന്നത്. കുട്ടയെല്ലാം കണ്ടു. ആ ഡൈനിങ് ഹാളൊക്കെ ഇടിച്ചു മാറ്റിയിട്ട് ആ മെസ്സതൊക്കെ അങ്ങോട്ട് നീട്ടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അതിനകത്തുള്ള കാഴ്ചപ്പാട് വരുന്നു? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുവിന്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം വീട് ഓല കെട്ടി തന്ന് മതിലും കെട്ടി ശത്രുക്കളിങ്ങനെ നിങ്ങളുടെ അതിര് മാന്തിക്കൊണ്ടുപോകാതെ ദൂതന്മാരെ കാവലാക്കി, അതാണ് പരിപാടി. യേശുവിന്റെ വീട് ഓല കെട്ടേണ്ട ജോലിയില്ല. ആമേൻ. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ജലദോഷം വന്നാൽ കർത്താവ് മാറ്റിത്തരണം, വീട് ഒരു സൈഡ് ഇടിഞ്ഞ് വീണാ കർത്താവ് കെട്ടിത്തരണം. ഞാൻ പറഞ്ഞ വീട് വീണാ കെട്ടിത്തരാൻ പഞ്ചായത്തുണ്ട്. ഇവിടെ വീട് കെട്ടാൻ പഞ്ചായത്തുകാരില്ലേ? വീട് ഇടിഞ്ഞു അവർ ചെയ്യും. രോഗം വന്നാൽ ഹോസ്പിറ്റലുണ്ട്, പ്രാർത്ഥിച്ച സൗഖ്യവും, അത് വേറെ കാര്യം. രോഗം വന്നാൽ എല്ലാ സംവിധാനം ഇവിടെ ഉണ്ട്. പക്ഷേ സുവിശേഷം പറയാൻ, യേശു ചെയ്ത കാര്യം പറയാൻ നമ്മളല്ല, അനുഭവസ്ഥരല്ലാതെ വേറെ ആരെങ്കിലും വരുമോ? പഞ്ചായത്തുകാർ ചേർന്ന് യേശു ചെയ്ത അത്ഭുതം പറയുമോ? പഞ്ചായത്ത് കമ്മിറ്റിയിൽ യേശുവിന്റെ വാർഡ്, ഇവിടെ പഞ്ചായത്ത് എന്നൊക്കെ എന്ന് പറയൂല്ലേ, പഞ്ചായത്തിലുള്ള മീറ്റിങ്ങുകളിലും നമ്മൾ ഗ്രാമസഭ എന്നൊക്കെ പറയും. ഇവിടെ എന്തൊരു പറയും ഭാഷ? ഗ്രാമസഭ എന്ന് തന്നെ പറയണേ. പിന്നെ പഞ്ചായത്ത് മീറ്റിംഗിൽ സുവിശേഷം പറയേണ്ട ജോലിയാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ അത് പറയും. എന്നാൽ യേശുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ച നമ്മൾ മാത്രമാണ് ഇത് വേറൊരാളോട് പറയാനുള്ളത്. ഇപ്പം നമ്മൾ പാസ്റ്റർമാർ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവരാദ്യം പറയുന്ന കാര്യം അറിയാമോ? മതം മാറ്റാമെന്നു പറയും. പറയൂലേ? ഞങ്ങളുടെ പള്ളി കൊണ്ടുപോകാൻ വേണ്ടി വന്നെന്ന് പറയും. അതുകൊണ്ട് പാസ്റ്റർമാർക്ക് അങ്ങോട്ട് പോകാനേ പറ്റില്ല. പോകാതിരിക്കില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ നിങ്ങൾ പോയാലോ മതം മാറ്റാൻ പോയെന്ന് ആരും പറയില്ല. ആരും പറയും നിങ്ങളുടെ സുഹൃത്തിനെ, നിങ്ങളുടെ മാമിയെ, നിങ്ങളുടെ അങ്കിളിനെ, നിങ്ങളുടെ നാത്തൂനെ, മദിനിയെ, നിങ്ങളുടെ അളിയനെ, കൂട്ടുകാരിയെ, യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു, നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ പാസ്റ്ററുടെ നിങ്ങളുടെ വിഷയം ഞാൻ പറയും, ഞങ്ങളുടെ പള്ളിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കും, പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ മതം മാറ്റി എന്ന് നിങ്ങളെക്കുറിച്ച് ആരും പറയില്ല, നമ്മളെക്കുറിച്ച് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയുടെ തള്ളിൽ പറയാം. പക്ഷെ അതുകൊണ്ട് നിങ്ങളത് പറയണം. പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാം? അവരനുഗ്രഹിക്കപ്പെടില്ല, അവരുടെ പ്രശ്നം മാറില്ല, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയില്ല. നിങ്ങൾ പറഞ്ഞാലേ സംഭവിക്കും. അപ്പോൾ യേശു സ്വർഗത്തിലിരുന്ന കർത്താവ് എല്ലാ മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പ്രതികൂലങ്ങൾ നിറഞ്ഞ കടലിലൂടെ യാത്ര ചെയ്ത് പിശാച് കൊടികുത്തി വാഴുന്ന ആ ഗദരദേശത്തിലേക്ക് ചെന്നെത്തിയിട്ട് അവിടെ നല്ലൊരു മനുഷ്യനെ കാണാനായിട്ടില്ല. അവിടെ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു മുഴുഭ്രാന്തനായ ഒരു മനുഷ്യൻ കല്ലറയിൽ കിടക്കുന്നു. അവനെ പേടിയാണ് എല്ലാവർക്കും. അവിടെ എന്തിന് യേശു എത്തി? അവനെ രക്ഷിക്കാനും മാത്രമല്ല, ആ ദേശത്തെ മൊത്തം ദൈവരാജ്യത്തിന് വേണ്ടി കൂടോടെ ഇളക്കി കൊണ്ടുവരാനാണ് കർത്താവ് പരിപാടി ചെയ്തത്. ആ മനുഷ്യൻ ചെയ്ത കാര്യം അറിയാമോ? അവൻ ദെക്കപ്പോലി നാടൊക്കെയും കർത്താവ് ചിലക്ക് ചെയ്തത് ഘോഷിച്ചു തുടങ്ങി. യേശു പറയാൻ പറഞ്ഞു, ഇവൻ ഘോഷിച്ചു, ആർപ്പോടെ ഘോഷിച്ചു. ഞാൻ പറയട്ടെ, നാവിന്റെ കെട്ട് പൊട്ടുമ്പോൾ അതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇനി നിങ്ങളുടെ വിഷയത്തിലേക്ക് വാ. ഇത് അവിടുത്തെ കാര്യമാണ്, ഇത് ഇവിടുത്തെ കാര്യമല്ല. ഗദരദേശം ഇവിടെയാണോ? ഇത് ഗദരദേശമല്ല. പ്രൈസ് ദി ലോർഡ്. ഗദരദേശത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ വല്ല ഗുണമുണ്ടോ? ഉണ്ടാവണം. അതിന് നേരെ തിരിച്ചു വരണം, എന്നാലേ വരണം. ഇവിടെ ഉണ്ടാവണം. ഗദരദേശത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കൈയടിച്ചാൽ നമുക്ക് ഗുണമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതല്ല ഞാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യമാണ്. ആ സംഭവം ഇവിടെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. അത് എവിടെ നടക്കണം? ഇവിടെ നടക്കണം. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നടക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നടക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ എടുത്താൽ മാത്രമേ ആ സംഭവം വായിച്ചതോ കേട്ടതോ കൊണ്ട് ഉപയോഗമുള്ളൂ. അത് അവിടുത്തെ കാര്യം. പാടി ആരാഴ്ച പോയി, ഒരു ഗുണമില്ല. ഗദരദേശത്തിലെ സംഭവം ഇവിടെ നടക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പറ. ഗദരദേശത്തിലെ സംഭവം, ഞാൻ പറഞ്ഞത് ഏറ്റു പറയണം, ആഗ്രഹമുള്ളവർ പറ. ഗദരദേശത്തിലെ സംഭവം ഇവിടെ നടക്കണം. ഇങ്ങനെ പറ, ഇവിടെ നടക്കണം എന്ന് പറ. ഇങ്ങനെ പറ, എല്ലാവരും പറയണം, ഇവിടെ നടക്കണം. പറ, ഇവിടെ നടക്കണം. നിങ്ങൾ പാർക്കുന്നിടത്ത് നടക്കണം. എന്നും ഈ ചിന്ത നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ രക്ഷകർത്താക്കൾ, ഗാദ്യന്മാരുടെ തലമുറകളായിട്ടുള്ള മുതിർന്ന ആൾക്കാർ
നല്ല പച്ചപ്പുല്ലുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് തെറ്റാണോ ശരിയാണോ? എന്തിനാണത് പച്ചപ്പുല്ലുള്ള തിരഞ്ഞെടുത്തത്? ഇത് മുതിർന്നവർക്ക് വേണ്ടിയാണ്, ഒരു അറിവ് പ്രാപിച്ചവർക്ക് വേണ്ടിയാണ്. ഒരു 10-15 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ ഈ അറിവ് കിട്ടും. പച്ചപ്പുല്ലുള്ള സ്ഥലം എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? അവരുടെ ആടുമാടുകളെ തീറ്റാൻ അല്ലേ? ആട് വളർത്തുന്ന ആടുള്ളവരെന്ന് കയർത്തു. ഈ വീട്ടിനകത്ത് ആടുള്ളവർ, ആട് വീട്ടിലുള്ളവർ, ഒരാടെങ്കിലും ഉള്ളവരെന്ന് കയർത്തു ഇല്ല. പശു ഉള്ളവരോ, എരുമ പോത്തുള്ളവരോ ഇല്ല. കൃപയാൽ ഒന്ന് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഉണ്ടോ? കള്ളം പറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ആടൊന്നും എനിക്ക് വേണ്ട. ഒന്നില്ല, ഉണ്ടവരുണ്ട്. ശരി. നിങ്ങളുടെ വീട്ടിൽ അടുത്തുണ്ടോ? സമീപപ്രദേശങ്ങളുണ്ടോ ആടും പോത്തും പശുവും ഒക്കെ? കണ്ടിട്ടുണ്ടോ ആടിനെ കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് കയർത്തു? ആടിനെ കണ്ടവർ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആട് തിന്നുന്ന എന്താണ്? പുല്ല്. നല്ല കൊഴുത്ത പുല്ലുണ്ടോ ഇപ്പോഴും ഇവിടെ നാട്ടില്? പുല്ല് കിട്ടായില്ല. ആട് വളർത്തുന്ന ആൾക്കാർ പറയും പുല്ല് കിട്ടായില്ലെന്നാ പറയണേ. ഇവിടെ നല്ല പച്ച പുല്ല് കിട്ടിയ സ്ഥലം കണ്ടാൽ അവർ വിടുവോ? ആട്ടിടയന്മാരെ വിടുവോ? 100 കണക്കിന് 1000 ആടുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ ഒരു ആട് വളർത്തും പോലെ അല്ല അല്ലേ? ഇതുപോലെ അല്ല. പച്ചപ്പുൽ സ്ഥലം. ഈ ആടിനെ നന്നായിട്ട് വളർത്തിയെടുത്താൽ എന്ത് കിട്ടും? അവർക്ക് നല്ല വരുമാനം കിട്ടും. എന്ത് കിട്ടും? പറ. ആടിനെ, എല്ലാവരും പറ. ആടിനെ നന്നായിട്ട് പരിപാലിച്ചെടുത്താൽ ഇങ്ങനെ കാണിച്ച് കൈ എല്ലാം ഇങ്ങനെ കാണിക്കും, നല്ല വരുമാനം കിട്ടും. എല്ലാവരും കാണിക്കൂ, നല്ല വരുമാനം കിട്ടും അല്ലേ? അപ്പൊ പിന്നെ ഈ വരുമാനം ആർക്കാണ്? ഈ അപ്പനമ്മമാർ നല്ല വരുമാനം ഉണ്ടാക്കിയാൽ അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? നിങ്ങൾ കാണാതെ അവരെ എവിടെയും കൊണ്ടുവച്ച് കഴിക്കുവോ? ആഹാരം വാങ്ങിച്ച് ആർക്ക് വേണ്ടി? മുതിർന്നവർ പറയട്ടെ, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയൊക്കെ ആർക്കുള്ളത്? നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം കഷ്ടപ്പെട്ട ആഹാരത്തിന് വേണ്ടിയുള്ള വഴി കണ്ടെത്തിക്കൊണ്ടുവരുന്നു. അത് ആർക്കുണ്ടാക്കി കൊടുക്കുന്നു? മക്കൾക്ക്. ഈ ഗാദ്യന്മാർ അവരുടെ മക്കൾക്ക് നല്ല പണം കിട്ടത്തക്ക സംവിധാനം ഒരുക്കി കൊടുത്ത തെറ്റാണോ ശരിയാണോ? ശരിയല്ലേ? ശരിയല്ലേ? അതല്ലേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്നത്? മക്കളുടെ നിലനിൽപ്പ്. പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്തായാൽ നമുക്കെന്ത്? നമ്മൾ കാശൊക്കെ ഉണ്ടാക്കി ആർക്ക് കൊടുക്കണം? മക്കൾക്ക് കൊടുക്കണം. അവരെല്ലാം കാശൊക്കെ ഉണ്ടാക്കി എല്ലാം അനുഭവിച്ചിട്ട് ഈ അപ്പനും അമ്മയും വീട്ടിൽ നിറയ്ക്കും വിടും. ലാസ്റ്റില് അത്രേ ഉള്ളൂ. വൃദ്ധസാധനത്തെ കൊണ്ടങ്ങാക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കേട്ടിട്ടില്ലേ? കേൾക്കാറില്ലേ? ഇനി അടുത്ത തലമുറ ഇതിനേക്കാൾ കൂടുതൽ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംഭവിച്ച കാര്യം വൃദ്ധസദനത്തിലാക്കിയ കഥയല്ല. ഇവരെല്ലാം പൈശാചിക ആധിപത്യങ്ങളിൽ പിടിപെട്ടു. ഒരു വ്യക്തിയിൽ 6000 ഭൂതം. ഒരു വ്യക്തിയിൽ എത്ര ഭൂതം? 6000. ഇവിടെ ആകപ്പാട് ഒരു ഭൂതം പിടിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നാൽ ആ വ്യക്തിയുടെ നില എങ്ങനെ കണ്ടിട്ടുണ്ടോ? ഭൂതമുള്ള ഇവിടെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു വ്യക്തിയിൽ ഒരു പിശാചി, ഏതെങ്കിലും ഒരു ലുടുക്ക് പിശാചി, എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പച്ചില പിശാചി കയറി ഇരുന്നിട്ട് ആ വ്യക്തിയെയും കുടുംബത്തെയും പെടുത്തുന്ന പാട് നിങ്ങൾ കണ്ടിട്ടില്ലേ? 6000 ഭൂതങ്ങൾ. അത് അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ലഗ്യോൺ. ലഗ്യോൺ എന്ന് പറഞ്ഞാൽ ഒരു ബറ്റാലിയൻ, പട്ടാളത്തിന്റെ പേരാണ്. ഒരു പട്ടാളത്തിന്റെ സംഘസംഖ്യയുടെ പേരാണ്. ആ രാജ്യത്തിലെ പട്ടാള ശക്തിയുടെ പേരിൽ ഇട്ടിരിക്കുന്ന, ഓമന പേരിൽ ഇട്ടിരിക്കുന്ന ലഗ്യോൻ. ഒരു ലഗ്യോൻ പിശാച്, 6000 പിശാച് ഒരു വ്യക്തിയിൽ. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. മൊത്തം പിശാചിന്റെ ബന്ധനത്താൽ തകർന്നു കിടക്കുകയാണ്. ഇവർ തുടക്കം ആലോചിച്ച് നോക്കണം. തുടക്കം മക്കളുടെ നന്മയ്ക്ക് കരുതി ദൈവത്തിന്റെ ലക്ഷ്യത്തിന് വിരോധമായി അവരുണ്ടാക്കിയ പരിപാടികൾ, തലമുറകളെല്ലാം പിശാചിന്റെ ബന്ധനത്തിലായി. അവർ ചെയ്ത വെച്ച കുറ്റം തലമുറകളിലേക്ക് വന്നു. അവർ പോയില്ലേ? ഗാദ്യന്മാർ അവരുടെ മക്കളെല്ലാം മരിച്ചു മൺമറഞ്ഞു പോയി. തലമുറകൾ കിടന്ന് നാശക്കോട്ട അനുഭവിക്കുകയാണ്. അനേക തലമുറകൾ ഇവിടെ കിടന്ന് വഴിയാധാരമായി നാശം അനുഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി ആൾക്കാർ ഇവിടെ ഇല്ല. ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ദൈവപൈതലേ, നീ ദൈവഹിത പ്രകാരമല്ലാത്ത രീതിയിൽ ദൈവത്തെ വേദനിപ്പിച്ചും ദൈവത്തെ വിഷമിപ്പിച്ചും നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ചിട്ടും അതെല്ലാം മറന്നു കളഞ്ഞിട്ട് നടന്നാൽ നിന്റെ തലമുറകളായിട്ട് ഇത്തരത്തെ അനുഭവങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യം തിരിച്ചറിയാതെ പോകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എന്റെ വചനത്തെ മറന്നാൽ ഞാൻ നിങ്ങളുടെ മക്കളെ മറക്കും. നിങ്ങൾ എന്റെ വചനത്തെ മറന്നാൽ ഞാൻ നിങ്ങളുടെ മക്കളെ മറക്കും. എത്ര പ്രാർത്ഥിച്ചാലും വിടുതലില്ല.
മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിടുന്നില്ല. ഇവിടെ ഇത്രയും കുഞ്ഞുങ്ങളോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മറ്റ് പല പള്ളികളിലെത്തി ഇത്രയും പിള്ളേരൊന്നും കാണില്ല. കുഞ്ഞുങ്ങളെ 10-12 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെ ഉള്ളവർ പള്ളി കാണില്ല. ഞാൻ പലയിടങ്ങളിലും പോകുന്ന ആളാണ്. 12 വയസ്സ് മുതൽ 30-35 വയസ്സ് വരെ ഉള്ളൊരു പള്ളിയിലില്ല. പിന്നെ 35 വയസ്സിന് ശേഷം മൂക്ക് ടിക്ഷയൊക്കെ എഴുതി പ്രാരാബ്ദങ്ങളൊക്കെ ആയി, കടങ്ങളും വിദ്യകിട്ടും മക്കളും പ്രാരാബ്ദങ്ങളൊക്കെ ആയി കഷ്ടപ്പെട്ട് വരുമ്പോൾ പാസ്റ്റർ പതുക്കെ അവിടെ ചെല്ലിട്ട് സഹോദര ഇനിയെങ്കിലും ഒന്ന് കർത്താവിനെ അറിഞ്ഞൂടെ, വരാം പാസ്റ്ററെ. അങ്ങനെ പള്ളിയിൽ വന്ന് ഇരുന്ന് പാടി 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 കത്തിയ കുറേ ആൾക്കാരാണ് മിക്കവാറും പെന്തക്കോസ് പള്ളിയിലുള്ളത്. ഇവിടെ ഇത്രയും കുഞ്ഞുങ്ങളുള്ളതിനായിട്ട് ഞാൻ കർത്താവ് ഇതിനേക്കാൾ ഉണ്ടെന്നാണ് പാസ്റ്റർ പറഞ്ഞത്. ഇത്രയും കുഞ്ഞുങ്ങളുള്ളതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെ ഉപയോഗപ്പെടുത്തണം, ഈ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഇവർ നാളുകളിൽ ഇവിടത്തേക്ക് മുതൽക്കൂട്ടാണ്. പ്രൈസ്തലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ സമര പരിപാടി നടത്തുമ്പോൾ ഈ ടൈപ്പ് പിള്ളേരൊക്കെ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്, അടിക്കാനും വെട്ടാനും കുത്താനും ഒക്കെ. അതാ ഇരിക്കുന്ന ആ ടൈപ്പ്, ആ പ്രായത്തിൽ അങ്ങനെയല്ലേ ഈ പ്രായത്തിൽ പിള്ളേർ തന്നെയാണ് രാഷ്ട്രീയ BJP, ABVP, SFI, KSU എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ കൊലപാതകങ്ങൾ നടത്തുന്ന, വെട്ടും കുത്ത് നടത്തുന്ന പയ്യന്മാരുന്ന വലിയ ഗുണ്ടകളല്ല, ഇത്രയും മസിൽ പവറുള്ളവരൊന്നും അല്ല, ഇങ്ങനെയുള്ള ലുടുക്ക് പിള്ളേരാണ്. കഞ്ചാവും മയക്കുമരുന്നുകളും ഒക്കെ കടത്തുന്ന പിള്ളേരെന്നൊക്കെ അവിടെ പ്രതികളെ പത്രങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള നരമ്പ് പോലിരിക്കുന്ന പിള്ളേരാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരൊക്കെയാണ് ഇവിടുത്തെ മദ്യമാഫിയയ്ക്കും കഞ്ചാവ് മാഫിയയ്ക്കും അവരുടെ വരുമാനത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ശക്തി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഈ ചെറുപ്പക്കാരെയാണ് ഞാൻ ഇവിടെ ദൈവത്തിന്റെ സഭ, ദൈവരാജ്യത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ ഇവരെ രൂപപ്പെടുത്തിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. കരയുയർത്തലല്ലേ പറയാം. നിങ്ങളുടെ കുടുംബങ്ങളിലും ഇവർ ശക്തരായാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വചനം പറയുന്നു, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആപനാഴിക നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പട്ടണവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകയില്ല. മക്കൾ നിമിത്തം മാതാപിതാക്കൾക്ക് പട്ടണവാതിൽക്കൽ മാന്യത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയുയർത്തലല്ലേ പറയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിവിടെ നടക്കട്ടെ. ഈ വചനം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ വചനങ്ങളൊക്കെ ഇത് ഇവിടെ വിത്തായി. നിങ്ങൾ ദൈവത്തെ കർത്താവ്, നിങ്ങൾ അപ്പകഷ്ണങ്ങൾ നുറുക്കി ആഴത്തിലെറിയുക. അത് ഏറെ നാൾ കഴിയുമ്പോൾ മടങ്ങി വരും. ഞാൻ ഈ വചനം ഇവിടെ വിത്തായിട്ട് മാറുകയാണ്. വിത്ത്, ഈ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ ഫലം കൊണ്ടുവരുന്ന ദിവസങ്ങൾ വരും. ഇവിടെ ഈ പുൽപ്പിറ്റിൽ 100 കണക്കിന് പാസ്റ്റർമാർ വന്ന് വിത്ത് വിതച്ചിട്ടുണ്ടാകണം. അതെല്ലാം ഫലമായിട്ട് കൊണ്ടുവരും. ഇവിടുത്തെ പാസ്റ്റർ ഓരോ പ്രാവശ്യവും ഇവിടുന്ന് ശക്തമായി അത് വേർത്ത് കുളിച്ച് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ആദ്യത്തിന്റെ വേർപ്പാണ് ഇവിടെ കൂടുതൽ വീണിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ സ്തോത്രം, അതിനൊക്കെ ഫലമുണ്ടാകും. ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്ത് വലിയ വിശാലത വരും. ദൈവം അതിനായിട്ട് പ്രവർത്തിക്കട്ടെ. കർത്താവ് ഒരു ദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തിരിച്ചറിയാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നടക്കും അവിടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ ആ ഭൂതഗ്രസ്തനായവൻ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞ വാക്കറിയാമോ? എന്താ പറഞ്ഞേ? എന്നെ ദണ്ഡിപ്പിക്കരുത്, സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുന്നതെന്ത്? ആ വാക്യം എടുത്തൊന്ന് വായിക്കാം. ഇവൻ എങ്ങനെ യേശുവാണെന്ന് അറിഞ്ഞിരുന്നു? ഇന്നേ വരെ അവിടെ ഒരു സുവിശേഷ പ്രവർത്തകരില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ഉള്ളത്തിൽ പൊങ്ങി എങ്ങനെയോ. കാരണം ഇവര് പരമ്പരാഗതമായിട്ട് ദൈവമക്കളാണ്. മക്കളെ നല്ലതാക്കാൻ വേണ്ടി, മക്കൾക്ക് നല്ല സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പിൻതലമുറകൾ കാട്ടിക്കൂട്ടിയ പരിപാടിയുടെ ശാപങ്ങളാണ് ഇവിടെ കിടക്കുന്നത്.
നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹം ഉണ്ടാകണം. എത്ര ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മുതിർന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. മുതിർന്നവർ മാത്രം ഒരു കൈയുയർത്തി കാണിക്കൂ. ഒരു 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും കൈയുയർത്തു. 20 വയസ്സിന് മുകളിലുള്ള ഇങ്ങനെ തലയുടെ മുകളിൽ പൊക്കണം. ആ ഓക്കെ. ഇവിടെ 20 വയസ്സിന് മുകളിലവരില്ല ഈ ഭാഗത്ത്. 20 വയസ്സിന് മുകളിൽ അതിന് ഇവർ 20 താഴ്ത്തിയിടും. ഈ 20 വയസ്സിന് മുകളിലുള്ളവരും വിവാഹിതരായവരും മക്കളുള്ളവരുമായിട്ടുള്ളവർ. പ്രൈസ് ദി ലോർഡ്. 20 വയസ്സ് മുകളിലുള്ളവർക്കൊക്കെ അവർ ഇനി അടുത്ത കല്യാണത്തിന് വേണ്ടിയൊക്കെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. നിങ്ങളെല്ലാവരും പറയൂ, എൻ്റെ തലമുറകൾ ഉറച്ചു പറയൂ, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി നിങ്ങളുടെ തലമുറകളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കി, അവര് മക്കളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ നാശമായി മാറി. എന്നാൽ ഈ മക്കളുടെ നിലനിൽപ്പ് ദൈവം പ്ലാൻ ചെയ്തിരുന്നത് എവിടെയെന്നറിയാമോ? കനാനിലാണ്. ഇവരുടെ സ്വന്തം സ്ഥലം അതാണ്. ഈ കനാൻ നാടാണ് ഇവരുടെ സ്വന്തം സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഈ സ്വന്തം സ്ഥലം അവർക്ക് വേണ്ട. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം അവർക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇതിന്റെ അപ്പുറത്ത് വേറെയും പരിപാടിയുണ്ട്. ഇവര് മാത്രമല്ല ഈ കുഴപ്പം കാണിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, ലോത്തിനെ അറിയാമോ? ലോത്ത് നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിന്റെ വിളി കേട്ടിട്ട് അബ്രഹാം മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാമിനെ കണ്ടിട്ട് ഇറങ്ങിപ്പോയ ആളാണ് ലോത്ത്. അബ്രഹാമിന്റെ ബേക്കിൽ നിന്ന് പോയതാണ്. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലം അവകാശമാക്കി. എന്നാൽ ലോത്ത് എന്ത് ചെയ്യുന്നറിയാമോ? വഴിയിൽ വെച്ച് നല്ല പ്രദേശം കണ്ടപ്പോ ആടുമാടുകളെ തീറ്റാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്തു. അവിടെ അവരെന്ത് ചെയ്യുന്നറിയാമോ? സോദോം മുതൽ ഗോമോറ വരെ വലിയ പട്ടണങ്ങൾ പണിതു. ഒടുവിൽ ആ പട്ടണം തന്റെ കൺമുമ്പിൽ വെച്ച് താൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അഗ്നിക്കിരയായി മാറി. താൻ മാത്രം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ ദേശം മുഴുവനും, തലമുറകൾ മുഴുവനും, അവരുണ്ടാക്കിയ നേട്ടങ്ങൾ മുഴുവനും തകർന്നു. അവന്റെ സ്വന്തം 10 ഗുണം 10 ഗുണമെന്ന് നമ്മുടെ നാട്ടിൽ പറയും, ഞങ്ങളുടെ മലയാളത്തിൽ പറയും. അപ്പം നിങ്ങൾക്കും അത് അറിയാമെന്നാണ് എൻ്റെ വിചാരം. 10 ഗുണം 10 ഗുണം അതേ പരിപാടി ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആവർത്തിക്കുകയാണ്. തിരഞ്ഞെടുപ്പ്, മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ്. ഒരുവന്റെ വഴിയിൽ ഒരുവൻ തിരഞ്ഞെടുക്കുന്ന വഴിയിലാണ് നല്ലതെന്ന് തോന്നും. പക്ഷേ അതിന്റെ അവസാനം നാശമാണ്. നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയൊരു പ്ലാനുണ്ട്. ആ പ്ലാനിലേക്ക് നമ്മൾ പോകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു നോക്കൂ, എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ തിരിച്ചറിഞ്ഞ് ആ പ്ലാനിലേക്ക് നമ്മൾ പോകണം. അതാണ് അനുഗ്രഹം. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഏത് വഴി തിരഞ്ഞെടുക്കണം, എങ്ങനെ പോകണം? 2 വഴി ഇങ്ങനെ ഇപ്പുണ്ട്. അവിടെ വലത്തോട്ട് കൊണ്ട് ഇടത്തോട്ട് പോകണോ? പുറത്തൊരു ശബ്ദം കേൾക്കും, നീ ഇന്ന വഴി തിരഞ്ഞെടുത്തു കൊള്ളുക. അത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കും. ഇനി ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് അവരവർക്ക് തോന്നുന്ന വഴി തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അവരവർക്ക് തോന്നുന്ന വഴി തിരഞ്ഞെടുത്തിട്ട് പറയും ദൈവാത്മാവ് എന്നെ നടത്തിയെന്ന് പറയും. അങ്ങനെയുള്ളവരുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ ചിന്തയിൽ വന്ന കാര്യവും ദൈവാത്മാവെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ള ഒരു കർത്താവിന്. നമ്മൾ അവന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി അതിനനുയോജ്യമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുമ്പോട്ട് പോയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഇവർ കനാൻ നാട്ടിൽ കിടന്നവർ മിസ്രൈമിൽ അടിമത്തത്തിലായി. 430 വർഷം അവർ അടിമകളായി പാർത്തു. ദൈവം അവരെ അവിടുന്ന് മോചിപ്പിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ഇവരെന്ത് ചെയ്യണം? അനുസരണയോടുകൂടെ ആ പ്രവാചകന്റെ പുറകിൽ നിന്ന്, ആ നേതാവിന്റെ മോശയുടെ പുറകിൽ ആ സ്ഥലത്ത് എത്തിച്ചേരേണ്ടവരല്ലേ? പക്ഷെ അവർ വഴിയിൽ ഒതുങ്ങിയതിന് അവരുടെ കണ്ണിന് സന്തോഷമെന്ന് തോന്നിയ കാര്യം നേടിയെടുക്കാൻ. ഞാൻ പറയട്ടെ, കണ്ണിന് സന്തോഷമെന്ന് തോന്നിയ കാര്യം നേടിയെടുക്കാനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അവർ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കനാൻ നാട്ടിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ട് സംഹാരദൂതന്റെ ഇടപെടൽ കൊണ്ട് സ്വതന്ത്രം രക്ഷപ്പെട്ട ഈ തലമുറകളെല്ലാം പുറപ്പെട്ട് വന്ന് ചെങ്കടലിന്റെ അവിടെ നിൽക്കുകയാണ്. അവർ ചെങ്കടലിന്റെ സൈഡിൽ കൂടെ കനാലിൽ പോകേണ്ട വഴിയുണ്ട്.
കുറച്ച് ദിവസങ്ങൾ മതി എത്താൻ. പക്ഷെ അവിടെ നിന്നപ്പോൾ പുറകിൽ നിന്ന് അവര് ഫറവോന്റെ സൈന്യം വരികയാണ്. ഓടെ എല്ലാരും കൂടെ മോശയുടെ കരി പിടിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെ മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാത്തോണ്ടാണോ ഞങ്ങളെ ഇവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നോ? മര്യാദയ്ക്ക് ഞങ്ങൾ ഊമവിഗ്രഹങ്ങളെ സേവിച്ച് നടന്നവരല്ലേ? എന്തിന് ഞങ്ങളെ രക്ഷിക്കപ്പെടുത്താൻ പാസ്റ്ററെ ഞങ്ങൾ എന്തിനു കൊണ്ടുവന്നു ഇവിടെ? പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കിയപ്പോൾ ഇവര് പറയുന്ന വാക്കെന്താണെന്ന് അറിയാമോ? ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? മിസ്രൈമിൽ ഞങ്ങൾക്ക് ശവക്കുഴിയില്ലായിരുന്നോ? നോക്കണ, കനാനിനെ ലക്ഷ്യമാക്കി പോകേണ്ടവരുടെ വായിൽ വരുന്ന വാക്ക് എന്നറിയാമോ? ശവക്കുഴി, കൊല്ലൽ, ഇതൊക്കെയാണ്. കനാനിനെ ലക്ഷ്യമാക്കി പോകേണ്ടവരുടെ വായിൽ എന്താണ് വരേണ്ടത്? യഹോവ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളതെന്നല്ലേ പറയേണ്ടത്. യഹോശാഫാത്തിന്റെ സൈന്യം പിറ്റേന്ന് രാവിലെ യുദ്ധം ചെയ്യേണ്ട യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ പടക്കളത്തിൽ ചെല്ലുവീൻ. അന്ന് രാത്രി മുഴുവനും അവരുടെ പാട്ട് ട്യൂൺ ചെയ്ത് യഹോവ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളതെന്നുള്ള പാട്ടും പാടിക്കൊണ്ട് അവൻ സ്തോത്രം ഹല്ലേലൂയ. ആ ശത്രുക്കളുടെ നേരെ ചെന്നപ്പോൾ ഇവരുടെ വായിൽ വന്ന വാക്കെന്നറിയാമോ? യഹോവ നല്ലവൻ, അവൻ നല്ലവൻ, അവന്റെ എന്നേക്കുമുള്ളത് എന്നുള്ള പാട്ടോടുകൂടി അവിടെ ചെന്നു. യഹോവ പതിയിരിപ്പുകാരെ വരുത്തി യഹോശാഫാത്തിനെതിരെ എഴുന്നേറ്റ് വന്ന ആ 3 രാജ്യക്കാരെയും ഒരുമിച്ച് അന്ന് തുരത്തിക്കളഞ്ഞു. ആ ശക്തിയുള്ളവരാണ് ദൈവമക്കൾ. ഇവർ പറയുന്ന വാക്ക്, വായിലെ വാക്കും, എന്റെ വായിലെ ഹൃദയത്തിലെ ധ്യാനവും എന്റെ വായിലെ വാക്കും നിനക്ക് പ്രസാദമുള്ളതായിരിക്കണം. അവരുടെ ഹൃദയത്തിൽ പറയാണ്, ഞങ്ങൾ ഇപ്പൊ കൊല്ലും, ഞങ്ങളെ ഇപ്പൊ പിടിച്ചോണ്ട് പോകും. അവിടെ ശവക്കുഴി ഇല്ലാത്തോണ്ടാണ് ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നത്. ദൈവം നോക്കി. നിങ്ങൾക്കറിയാമോ, ഇവരെ ദൈവം പറഞ്ഞു, നീ ബഹളമൊന്നും കാണിക്കണ്ട മോശെ, നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നത്? വടി. ആ വടിയെ കടലിലോട്ട് നീട്ടു. അവൻ കടലിലോട്ട് നീട്ടി. ആ ഒരു രാത്രി മുഴുവനും ഒരു കിഴക്കൻ കാറ്റടിച്ചു. ആ കിഴക്കൻ കാറ്റിന്റെ ശക്തിയാൽ ആ ചെങ്കടൽ രണ്ടായിട്ട് മാറി. ഉണങ്ങിയ നിലത്തിലൂടെ അവർ യാത്ര ചെയ്തു. യഥാർത്ഥത്തിൽ അവർക്കുള്ള വഴി അതല്ലായിരുന്നു. ദൈവം അവരെ നദിക്ക് അപ്പുറത്ത് കടത്തിവിട്ടു. എന്നിട്ട് ആ ചെങ്കടലിനെ പഴയതുപോലെ ആക്കി. ഇനി അവർക്ക് കപ്പലൊന്നുമില്ല തിരിച്ചു വരാൻ, വിമാനവും ഇല്ല പറന്നു വരാൻ. അവരിനി ജമ്മത്ത് തിരിച്ച് നാട്ടിൽ വരില്ല. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, 40 ആണ്ട് ആ തലമുറയോട് എനിക്ക് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനം എന്ന് കർത്താവ് കണ്ടു. അവരെല്ലാവരെയും കൊന്നു മുടിക്കുന്നത് വരെ ചുറ്റി നടത്തി മരുഭൂമിയിൽ കൂടെ. അവിടുന്ന് പുറപ്പെട്ട മുഴുവൻ പേരും, യോശുവയും കാലേബും ഒഴികെ മുഴുവൻ പേരും, വഴിയിൽ ജനിച്ചവരെ കൂടാതെ പുറപ്പെട്ട മുഴുവൻ പേരും ആ മരുഭൂമിയിൽ ചത്തു. അവര് പറഞ്ഞ വാക്ക് അത് സാധിപ്പിച്ചു കൊടുത്ത ദൈവം. മനസ്സിലായോ? ചരിത്രം പിടിയിട്ടോ? നമ്മൾ പറയുന്ന വാക്ക് ചത്താ മതിയായിരുന്നു എന്ന് അല്ലേ പറയാറില്ലേ? ചത്തെങ്കിൽ, എത്ര പേര് ഇവിടെ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളവരില്ലേ, ഒന്ന് ചത്തെങ്കിൽ കർത്താവിന്റെ ഊരങ്ങ് എടുക്കണമെന്ന്. നിങ്ങൾ പറയുമ്പോ ഒക്കെ ഉയിര് തരാനും, നിങ്ങൾ പറയുമ്പോ ഒക്കെ ഉയിരെടുക്കാനും ദൈവം ആരെ കളിപ്പിള്ളേ അതിന്റെ പൈസ. ചില മക്കളെ തരണേ എന്ന് പ്രാർത്ഥിക്കും. മക്കളെ വളർത്തിയെടുത്ത് നേരെ മുണ്ണം പരിപാലിച്ച് കൊണ്ടുവരാതെ അവസാനം മക്കളുടെ കുരുത്തക്കേട് കണ്ടിട്ട്, കർത്താവേ ഇവൻ എനിക്ക് എന്തിനു തന്നു അങ്ങ് എടുത്തോളണേ എന്ന്. നീ പറയുമ്പോ തരാനും, നീ പറയുമ്പോ അങ്ങ് എടുത്തോളാൻ എന്തിനാണത്? ഒരല്ലേ പറയേണ്ടിട്ട് വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കൂ, ഓരോ കാലഘട്ടത്തിലും സംഭവിച്ച കാര്യങ്ങൾ അവരുടെ വഴിയിൽ വെച്ച് എല്ലാം പട്ടുപോയി. നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമുണ്ട്. ഇവിടേക്ക് തലമുറയോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഇന്നത്തെ തലമുറ വിദ്യാഭ്യാസമുള്ള തലമുറയാണ്. പണ്ട് ഒരു വീട്ടിൽ 10ാം ക്ലാസ് പാസ്സാകുന്നവരൊക്കെ അപൂർവമാണ്. എന്നാൽ ഇന്ന് എല്ലാ വീടുകളിലും ഡിഗ്രി പി ജി എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, സ്തോത്ര, ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റ്, ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിവുള്ള തലമുറ. നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മാർക്ക് കുറച്ചേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും A+, 95%, 98% മാർക്ക് എല്ലാവർക്കും. മറ്റങ്ങനെ 20, 40, 30% മാർക്ക് ജസ്റ്റ് പാസ്സാകാൻ 10 മാർക്കൊക്കെ എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ മിനിമം മാർക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി ജയിച്ചു വരാൻ. ഇപ്പോഴങ്ങനെയല്ല, മാർക്കൊക്കെ കിട്ടും. നല്ല അറിവുള്ളവരാണ്. ഒരു നല്ല ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് ഈ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവർ ചെയ്യും. എല്ലാവരും പറഞ്ഞിട്ട്, പാസ്റ്റർ എൻ്റെ കുഞ്ഞിന് 6 വയസ്സേ ആയുള്ളൂ, എല്ലാ കാര്യങ്ങളും അറിയാം മൊബൈലില്. കൊച്ചുകുട്ടിയെടുത്താണ് ചോദിക്കണം, മക്കളെ ഇതൊന്ന് പറഞ്ഞു തന്ന്. അതെല്ലാം അറിയാം. ഇത്രയും അറിവുള്ളവരാണ്. ദൈവം അത്രയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹം അവരുടെ നന്മയ്ക്ക് ഉപകരിക്കപ്പെടേണ്ടതിന് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ വേറൊരു നാടുണ്ട്, ഈ സുഗാർ പട്ടണം. അതിന് വേറൊരു പേര് പറയുമല്ലോ,
അല്ലല്ല, സുഖാർപട്ടണം, മറ്റേ കിണറ്റിൻ്റെ അരയിൽ യേശു വന്നത് വെള്ളം കുടിച്ചതും അല്ലല്ലോ, ശമരിയ പട്ടണം. ഒരു വലിയ പട്ടണമാണ് ശമരിയ. അവിടെ ആരും രക്ഷിക്കപ്പെട്ടവരില്ല. യഹൂദന്മാർ അതിനകത്ത് കയറില്ല. പരമ്പരാഗതമായിട്ട് ഒരു ശാപം പിടിച്ച ദേശമാണ്. യഹൂദന്മാർക്ക് അവരുമായിട്ട് വൈരമാണ്. അവരാരും രക്ഷിക്കപ്പെടരുതെന്നാണ് യഹൂദന്മാരുടെ ആഗ്രഹം. അതുകൊണ്ട് അവർ യഹൂദന്മാർ ഇങ്ങനെ കറങ്ങിയാണ് പോണത്. ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലത്ത് പോവില്ല. അങ്ങനെ യേശു അതിനകത്തെത്തി. യേശു അവിടെ എത്തി. നിങ്ങളൊരു കാര്യം പറയണം, യേശു അവിടെ എത്തി കിണറ്റിൽ ഇരിക്കുകയാണ്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാനായിട്ടൊരു സ്ത്രീ അവിടെ വന്നു. ആ സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിൽ കുടിക്കാൻ വെള്ളം തരണം. നീ യഹൂദനല്ലേ, ഇതിനകത്ത് നീ വരില്ലല്ലോ സാധാരണ, നിങ്ങൾക്ക് എല്ലാവർക്കും വിലക്കല്ലേ, തീണ്ടല്ലേ, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുമായിരുന്നു. അപ്പൊ നീ യാക്കോബിനേക്കാൾ വലിയവനാണോ? പ്രൈസ് ദി ലോർഡ്. നീ ഒരു കാര്യം ചെയ്യേ, എനിക്ക് വെള്ളം തരും, ഞാൻ ജീവനുള്ള വെള്ളം തരും. ആ വെള്ളം എനിക്ക് വേണം. ഇനി ഇവിടെ വന്ന് കോരണ്ടല്ലോ, മാന്ത്രിക ജലം ഒഴിച്ച് അങ്ങ് നിറഞ്ഞിറഞ്ഞ് വരുമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കാര്യം, നീ വീട്ടിൽ ചെന്ന് ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം പറഞ്ഞു. ഓടൻ കൂടെ അവിടെ വച്ചിട്ട് ഒറ്റ ഓട്ടം ഓടിയിട്ട് എന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടി. അവർ ഒരു പക്ഷേ അവൻ മശിഹയായിരിക്കും എന്ന് വെച്ചാൽ യേശു ആണെന്ന് വ്യക്തമായ ധാരണയൊന്നും കിട്ടിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരെ വിളിച്ചുകൂട്ടി എല്ലാവരോടൊന്ന് കൂടി. ഞാൻ പറയട്ടെ, യഹൂദന്മാർ ആ ദേശത്ത് ആൾക്കാരോട് സുവിശേഷം പറഞ്ഞില്ലെങ്കിലും യേശു അവിടെ ചെന്ന് അവരെ നേരിട്ട് രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അത്രയും പേരെ യേശുവിനെ അറിയുന്നവരാക്കി മാറ്റി. കണ്ട, ഓരോ ദേശങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിൽ നടന്ന മാറ്റങ്ങൾ. ഞാൻ പറയട്ടെ, ഞാനൊരു പ്രവചനം വിളിച്ചു പറയാം. പല ദേശങ്ങളിലും കൂടോടെ ആൾക്കാരെ അടലയായിട്ട് അടർത്തി കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ സഭയെ കാണുകയാണ്. ദേശങ്ങളിൽ കൊടികുത്തി വാഴുന്ന ആവശ്യത്തിലെ വിഗ്രഹങ്ങളെ തച്ചുടച്ചിട്ട്, ചില അമ്പല ശക്തികളെ തകർത്തിട്ട് അതിൻ്റെ മേൽ പ്രവർത്തിക്കുക, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ കൂട്ടമായി ഹല്ലേലൂയ ആൾക്ക് രക്ഷിക്കപ്പെടുന്ന സമയം വിദൂരമല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അതിനുവേണ്ടി ഇറങ്ങുകയാണ്. ദൂതന്മാർ അയക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാട് വലുതാവട്ടെ. അതിന് ഈ ജനം, ഈ തലമുറകൾ അതിനുവേണ്ടി അഭിഷിക്തരായിട്ട് എഴുന്നേൽക്കട്ടെ. ഇവിടെ ചില സഹോദരന്മാർ ഇവിടെ പുറകിലിരിക്കുന്നുണ്ട്. ഇതുപോലെ വലിയൊരു സൈന്യം എഴുന്നേൽക്കട്ടെ. ഈ സഭയിൽ നിന്ന് സൈന്യം എഴുന്നേൽക്കട്ടെ. ശുശ്രൂഷയ്ക്ക് ദൈവദാസനോട് ചേർന്ന് കൈത്താങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വീര പടയാളികൾ യേശുവിൻ നാമത്തിൽ ഇവിടെ എഴുന്നേൽക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമായി ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ യേശുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന പടയാളികൾ എഴുന്നേൽക്കട്ടെ. പടയാളികൾ എഴുന്നേൽക്കട്ടെ. ആ കൈകളടിച്ച് അല്പം കർത്താവിന് സ്തോത്രം ചെയ്യുക. കൈകളടിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഈ തലമുറകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇവരെ എഴുന്നേൽപ്പിക്കട്ടെ കർത്താവ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നൂറ്റാണ്ടുകളായി ബന്ധിക്കപ്പെട്ട് കിടന്ന ദേശം, ആ ദേശത്തിലെ ഒരേ ഒരു മനുഷ്യൻ യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങേ തള്ളിക്കളഞ്ഞതാണ്. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആർക്കും നിന്നെ വേണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കും നിനക്കും എന്താണ് വിഷയം? Glory to God. ആ ഒറ്റ വാക്കിന്റെ മുമ്പിൽ കർത്താവ് അവനെ മാറ്റിയെടുത്തു. ആ ഒരൊറ്റ മനുഷ്യൻ ആ ദേശത്തിന്റെ സ്ഥിതികളെ മാറ്റി. അങ്ങനെ ഇന്നലെ പകൽക്ക് ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ദേശത്തിന്റെ സ്ഥിതികളെ മാറ്റുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പോവുക കർത്താവ്. ദേശങ്ങളെ മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ഏരിയകൾ തിരിച്ച് ലീഡേഴ്സിനെ ആക്കി വെച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവത്തിന്റെ രാജ്യത്തിന് വിസ്തൃതി നടത്താൻ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ആൾക്കാരെ അന്വേഷിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഏരിയകൾ തിരിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള സാധ്യതകളെ കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. അതിനുള്ള വഴികളെ കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. പാസ്റ്റർ ഇവിടെ 2-3 പോയിന്റുകൾ പറഞ്ഞു നേരത്തെ. നിങ്ങൾ മാതാപിതാക്കളോട് കയർക്കരുത്. പഠിക്കണം, പ്രാർത്ഥിക്കണം, കുളിക്കണം, പല്ല് തേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കമ്പി വാക്കുകൾ പോലെ, ഇങ്ങനെ ആറ്റം ബോംബ് എറിയുന്നത് പോലെയാണ് പറഞ്ഞത്, ബോംബുകളായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ കൂടെ ചേർന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ തലമുറയെല്ലാം നന്നായിട്ട് പഠിക്കണം, നല്ല ഉയർന്ന ജോലിയിലെത്തണം, നല്ല വരുമാനം ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്? ഒന്നാമത്തെ കാര്യം ദൈവരാജ്യത്തിന് വേണ്ടി, രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സമ്പാദിക്കാൻ. മനസ്സിലായോ? നിങ്ങളുടെ മാതാപിതാക്കൾ. ഒന്നാമത്തെ ആർക്ക് വേണ്ടി?
ദൈവരാജ്യത്തിന് വേണ്ടി 10%, 12%, 20%, എത്ര വേണോ നിങ്ങൾ കൊടുത്തോ, അതിനൊക്കെ പ്രതിഫലം ഇവിടെ കിട്ടും. ഇവിടെ കിട്ടും, മടങ്ങായിട്ട് കിട്ടും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് നോക്കിയോ, ആ ദേശത്തെ സന്ദർശിച്ച കർത്താവ്, ആ ദേശം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ യേശു ഇറങ്ങി വന്നിട്ട് തന്റെ പ്രോഗ്രാമിൽ ഒരു ദിവസത്തെ പരിപാടി ആ ദേശത്തെ കുറിച്ചായിരുന്നു. ആമേൻ. ഒരു ദിവസത്തെ തന്റെ പ്രോഗ്രാം അതായിരുന്നു. ഇതിനകത്ത് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വെള്ളം കാറ്റിളകി, തിരയിളകി, ശിഷ്യന്മാരും പ്രാണഭയത്തിലായി. ശിഷ്യന്മാരെയാണ് നമ്മൾ അവിടെ പ്രതിവാദ്യ വിഷയമാക്കുന്നത്. പക്ഷേ ശിഷ്യന്മാരുടെ ടൂർ അല്ലത്, യേശുവിന്റെ ടൂറാണ്. അത് ശിഷ്യന്മാരുടെ സുവിശേഷ വലയല്ലായിരുന്നു, യേശുവിന്റെ സുവിശേഷ വലയാണ്. രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് ആ ദേശത്തെ ദൈവരങ്ങളിലേക്ക് കൊടുത്തിട്ട് ആ ദേശത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ ഞാൻ അവിടെ വരുമ്പോൾ അവിടെ വിട്ട് പോയിരിക്കണം എന്ന് കൽപ്പിച്ചിട്ട് അവിടെ പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയാണ്, ശിഷ്യന്മാരെ നമുക്ക് അക്കരയ്ക്ക് പോകാമോ? അത് യേശു കർത്താവ് ഞങ്ങളും കൂടെ വരാം. അങ്ങനെ വന്നതാണ് യേശു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. കാരണം യേശു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങളെ കൊടുത്ത് ആത്മവിശ്വാസത്തോടെ പടൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി മുഴുവനും പ്രാർത്ഥിക്കാത്ത അവരുടെ പ്രാർത്ഥന എങ്ങനെയെന്ന് അറിയാം, ഉറങ്ങിയേ പ്രാർത്ഥിക്കുകയുള്ളൂ. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് തട്ടി ഉണർത്തും, എഴുക്കില്ല. അവര് ഉറക്കം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ഉറക്കമാണ് അവർക്ക്. പ്രൈസലോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് അവർക്ക് കാറ്റ് കണ്ടപ്പം പേടി, തിര കണ്ടപ്പം പേടി. കർത്താവ് ചോദിക്കൂ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തിന്? നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചിട്ട് കർത്താവ് തനിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ശിഷ്യന്മാരെല്ലാം കൂടെ യേശു കിടന്നുറങ്ങണ കൂട്ടത്തിൽ കൂടെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. ആ കാഴ്ചപ്പാട് പോയില്ല അവർക്ക്. കാരണം അവർക്ക് വിശ്വാസമില്ല, പേടിയായി. കാറ്റിനെ അവൻ ശാസിച്ചു. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് മല പോലുള്ള വിഷയങ്ങൾ ഇനി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മലയോട് നീങ്ങി കടലിൽ ചെന്ന് വീഴാൻ കൽപ്പിച്ചാൽ അതനുസരിക്കും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. ഇങ്ങനെ നോക്കി സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നീങ്ങി അങ്ങ് പോകാൻ പറയണം. ഇങ്ങനെ നീക്കി അങ്ങ് വിടണം. അവിടെ വേളൊന്നും കണ്ടിട്ടുണ്ട, ബുൾഡോസർ ഒന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? നീങ്ങി കടലിലേക്ക് അങ്ങ് വീഴാൻ പറഞ്ഞാൽ അങ്ങ് അനുസരിക്കും. ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയില്ല. മല പോലെ നിൽക്കുന്ന സംഗതി, മല പോലെ നിൽക്കുന്നത് തന്നെയാണ്. നീങ്ങി അങ്ങ് കടലിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ പറയട്ടെ, ഇവർ ഇനി അങ്ങനെ ചെയ്തു. അവര് ശിഷ്യന്മാർ പിന്നെ അങ്ങനെ ചെയ്തു. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി പൗൽക്കാരോട് കാര്യം ചിന്തിക്കണം. നിങ്ങൾ യേശുവിന്റെ പ്രധാനപ്പെട്ടവരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ യേശു വന്നു. നിങ്ങളുടെ കുടുംബത്തിൽ യേശു വന്നെങ്കിൽ നിങ്ങളുടെ തറവാടിനെ മൊത്തം കണ്ടോണ്ടാണ് നിങ്ങൾ രക്ഷിച്ചത്. നിങ്ങളെ എല്ലാ ഞായറാഴ്ചയും പള്ളി വന്ന് പാടി പ്രാർത്ഥിച്ച് എനിക്കും എൻ്റെ മക്കൾക്കും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാനല്ല. നിങ്ങളുടെ തറവാട് മുഴുവനും യേശു ആഗ്രഹിക്കുന്നത് പോലെ അവർ മുഴുവനും അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറാവണം. അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തന്ന മക്കളുണ്ടല്ലോ, മക്കളെ അതിനുവേണ്ടി പഠിപ്പിച്ചെടുക്കണം. ഒരല്ലേ പറഞ്ഞു നോക്കൂ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതല്ലാതെ മക്കളൊക്കെ വളർന്നു വന്നിട്ട് അവർ വലിയ കൊട്ടാരമൊക്കെ പണിത് എന്നെ കൊട്ടാരത്തിലെ റാണിയമ്മയാക്കി ഇരുത്തുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല അവരെ വളർത്തിയെടുക്കേണ്ടത്. അവരുകൊണ്ട് കൊട്ടാരത്തിലെ റാണിയമ്മയാക്കിയല്ല, വൃത്തസ്ഥാനത്തിലെ റാണിയമ്മയാക്കി ഇരുത്തും. പ്രൈസ് ദി ലോർഡ്. ഒരല്ലേ പറഞ്ഞു നോക്കൂ. പക്ഷെ അവരെ നിങ്ങൾ ആത്മഭാരമുള്ളവരാക്കി വളർത്തണം. നശിച്ചു പോകുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അങ്കിളിന് വേണ്ടി, ആന്റിക്ക് വേണ്ടി, മാമന്റെ മക്കൾക്ക് വേണ്ടി, കൊച്ചന്റെ മക്കൾക്ക് വേണ്ടി, സ്തോത്രം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാക്കി ഇവരെ നിങ്ങൾ പണി നോക്കൂ. അതിനുള്ള അഭിഷേകമാണ് ദൈവം മാതാപിതാക്കളെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ആ കാര്യം ഇവരിൽ കണ്ടിട്ട് ഇവരെ നിങ്ങൾ പരിശീലിപ്പിച്ചാൽ ഇവരെ നോക്കി നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. ഇവർ വളർന്ന് വരുമ്പോൾ ഇവർ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയും. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ഞാൻ പറയട്ടെ, യേശു എന്ന പൈതൽ വളർന്നു. ആരുടെ മിടുക്കെന്ന് അറിയാമോ? അത് മറിയയുടെ മിടുക്കാണ്. ആരുടെ മിടുക്ക്? മറിയയുടെ മിടുക്ക്. യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് അവർ അവസരം ഒരുക്കി കൊടുത്തു. ആദ്യമായിട്ട് ആരെന്നറിയാമോ? മറിയ. മോനെ, മക്കളെ, ഈ വീട്ടിൽ വീങ്ങി തീർന്നു പോയടാ. നീ ഒരു കാര്യം, എന്തെങ്കിലും വകുപ്പ് നിനക്ക് പറ്റി പ്രാർത്ഥിച്ച് വിരിഞ്ഞുണ്ടാക്കിക്കൂട്. അവരെയാണ് ആ സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ സമയം വന്നിട്ട് നമ്മൾ തമ്മിൽ ഇപ്പം ഈ കാര്യം സംസാരിക്കണ്ട, അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ ആർക്ക് എന്നെ അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ചെയ്ത പരിപാടി പതുക്കെ കറങ്ങി നടന്ന് ആരെടുത്ത് പറയാം 2-3 അവിടെ ഇരിക്കുകയാണ്. ഇവിടെ മക്കളെ വാ, യേശു എന്ന് എൻ്റെ മോണ്ടല്ലോ യേശു, ആ താടിയൊക്കെ വളർത്തി നിൽക്കുന്ന അവരെന്തെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അനുസരിച്ചോളണം. അനുസരിച്ചോളാം.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പയ്യൻ വന്ന് കാര്യം പറയാണ്, ഇവിടെ പാത്രം വല്ലതുണ്ടോ? എല്ലാ പാത്രങ്ങളും ഇല്ല, കുറെ പുറത്തുള്ള കുറെ ശുദ്ധീകരണത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ആ പാത്രം നിറച്ച് വെള്ളം കോരൂ. അവര് പാത്രമല്ല കോരിയത്, വക്കോളം നിറച്ചു. എന്നിട്ട് പറയണമെങ്കിൽ ഇത് കോരിക്കൊണ്ട് അങ്ങ് ഡൈനിങ് ഹാളിൽ കൊണ്ടുകൊടുത്തു. അവർ പെട്ടെന്ന് കോരി അങ്ങ് വിതരണം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കുടിച്ചു, ലഹരി പിടിച്ചു. നേരത്തെക്കാളും മേത്തരമായി വീങ്ങി. ഇതുകൊണ്ട് ഒളിപ്പിച്ചു വച്ചിരുന്നോ എന്ന് ചോദിച്ചു. അതിശയകരമായി. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ ഒരു ശുശ്രൂഷ ചെയ്യാൻ ആരാണ് അവസരം ഒഴിച്ചു കൊടുത്തത്? നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ തന്നെ അവസരം എടുക്കണം, നിങ്ങൾ തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ മുൻകെടുക്കണം. അവരുടെ സ്കൂളിൽ എത്ര രക്ഷകർത്താക്കൾ പോകാറുണ്ടോ? അധ്യാപകർ ചോദിക്കുമോ എൻ്റെ കുട്ടി എങ്ങനെ ഇരിക്കുന്നു, എവിടെ പോകാൻ? പിന്നെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ അച്ഛനെ വിളിച്ചോണ്ട് ക്ലാസ്സിൽ കയറിയാതെ എന്ന് പറയുകയാണെങ്കിൽ മാത്രം പോകേണ്ടി വരും, അല്ലേ? സ്തോത്രം. അവരെ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ മോശയ 3 മാസം വരെ ഒളിപ്പിച്ചു വെച്ചത് ആരാണ്? അമ്മയും സഹോദരിയുമാണ്. അവന്റെ കരച്ചിലിന്റെ ശബ്ദം വെളി കേട്ടാൽ ആ കുടുംബത്തെ കൊളന്നോണ്ടിക്കളയും രാജാവ്. ശരിയല്ലേ? കരച്ചിൽ കൊച്ചുകുട്ടിയെടുത്ത മക്കളെ കരയില് ആര് ഫറവോൻ വന്ന് പിടിച്ചോണ്ടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി കരച്ചു ചേർത്തുവോ? വല്ല അറിയാമോ? കുറച്ച് വളർന്ന ശേഷം ഉമ്മാക്കി വേണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നീ കുറച്ച് വളരണം. ഇത് 1 മാസമായി, 2 മാസമായി, 3 മാസം വരെ ശബ്ദമൊക്കെ ഒളിപ്പിച്ചില്ലേ? അവരുടെ മിടുക്കെന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ബന്ധപ്പാടാലോചിച്ച് നോക്കൂ. അവർ ഉറങ്ങിയിട്ടുണ്ടാകുമോ 3 മാസം? ഒടുവിൽ ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണപ്പെട്ടകത്തിൽ വെച്ച് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. അവിടെ സംഭവിച്ച കാര്യം അറിയാമോ? ഫറവോന്റെ പുത്രിക്ക് മക്കളില്ല. നൈൽ നദിയാണ് മക്കളെ കൊടുക്കുന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഫറവോന്റെ പുത്രി നൈൽ നദിയിൽ ആണ്ടിലൊരിക്കൽ കുറച്ച് ആചാരങ്ങളുമായിട്ട് അവിടെ കുളിക്കാൻ വരും, തോഴിമാരുമായിട്ട്. അങ്ങനെ കുളിക്കാൻ വന്ന സന്ദർഭത്തിൽ ആ പൊന്തക്കാട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. നോക്കിയപ്പോൾ അവൾ മനസ്സിലാക്കിയെന്നറിയാമോ? നൈൽ നദി എനിക്ക് കുഞ്ഞിനെ തന്നു. അവൾ നേരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി, കൊട്ടാരത്തിൽ വളർത്തി. ആ കുഞ്ഞ് വളർന്നു വരാൻ 3 സ്ത്രീകളുടെ മിടുക്കാണ്. ആരുടെയൊക്കെ? മിറിയാം, മോശയുടെ അമ്മ, ആ ഫറവോന്റെ പുത്രി. പിന്നെ ഫറവോന്റെ പുത്രി എന്ന് വിളിക്കുന്ന ആ പദം തന്നെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുമാത്രം അനുഗ്രഹമാണ്! മാതാപിതാക്കളെ, മുതിർന്നവരെ, നിങ്ങളാണ് നിങ്ങളുടെ തലമുറകളെ വളർത്തേണ്ടത്. ഈ സഭയിലെ മുതിർന്ന ജനങ്ങളോട് ഞാൻ പറയട്ടെ, സഭയിലെ മുതിർന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, ഈ സഭയിലെ തലമുറകളെ പണിയേണ്ടത് നിങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും ഈ സമൂഹത്തിന് മുമ്പിൽ യേശുവിനെ ഉയർത്തി കാണിക്കുന്നവരായിട്ട് നിൽക്കാൻ അവരെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റേണ്ടത് മുതിർന്ന സമൂഹമാണ്. ഇവരെ നമ്മൾ വരയ്ക്ക് ആവശ്യമില്ല. നമ്മൾ ഇവരെ എന്തിനാണ് പറയാനുള്ളത്? നിങ്ങൾ SMS അയക്കരുത്. പണ്ടൊക്കെ ആണെങ്കിൽ മരത്തിന്റെ മുട്ടിലും ചുറ്റിലെന്നൊക്കെ പറയും, മരം ചുറ്റിലെന്നൊക്കെയാണ് പറയണേ. ഇപ്പോഴും SMS അയക്കല്ലേ, ഫോൺ ഒളിച്ചു വെച്ച് വിളിക്കല്ലേ, ഗെയിം കളിക്കില്ലെന്ന് പറയും. എന്തുകൊണ്ട് ചെയ്യില്ലെന്ന് അവർക്കറിയാമോ? നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുത്താൽ അവരതനുസരിക്കും. പ്രൈസ് ദി ലോർഡ്. മഹാത്മാരായ കൊച്ചു വികൃതികൾ എന്നാണ്. മഹാത്മാരായ കൊച്ചു വികൃതികൾ ബുദ്ധി ഉപദേശത്താൽ മഹാത്മാരാക്കാവുന്നവർ. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന തലമുറകൾ എന്ന് പറയുന്നത് 4 സന്ദർഭത്തിൽ ഒരു വലിയ ഒരു സമൂഹങ്ങളാണ്, ഓരോരോ സമൂഹമാണ്. ദൈവം സ്ഥാപിക്കുന്ന ഓരോ കുടുംബങ്ങളാണ് ഇവര്. കരോട് തല്ല പറയാം. സഭ സ്ഥാപിക്കാനൊന്നും യേശു മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് പള്ളിക്കെട്ടിടങ്ങൾ വന്നത്. എന്നാൽ ദൈവം ചെയ്തത് കുടുംബത്തെയാണ് സ്ഥാപിച്ചത്. ദൈവം ഈ ഭൂമിയിൽ പള്ളികൾ സ്ഥാപിച്ചിട്ടില്ല. ദൈവം ഈ ഭൂമിയിൽ സംഘടനകൾ സ്ഥാപിച്ചിട്ടില്ല. ദൈവം ഒന്ന് സ്ഥാപിച്ചു, ഫാമിലി, കുടുംബം. അങ്ങനെയുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അടുത്തൊരു തലമുറ ദൈവത്തിന്റെ ഏജൻസിയായ ഒരു വലിയ കുടുംബം എന്നുള്ള ആ മഹാപ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ. ഇവർക്ക് ആ കാഴ്ചപ്പാട് കൊടുക്കാൻ നമുക്ക് കഴിയണം. Glory to God. അവരെ ധൈര്യപ്പെടുത്താൻ, അവരെ മുന്നിൽ കൊണ്ടുവരാൻ, അവരെ കൈപിടിച്ച് ഉയർത്താൻ കഴിയണം. അവരെ ശപിക്കാതെ, അവരെ തകർക്കാതെ, അവരെ പണിതെടുക്കാൻ പറ്റണം. അവർക്ക് മുഖ്യ സ്ഥാനം ഉണ്ടായിരിക്കണം. അവർ വളർന്നു വരട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗദരദേശത്തിൽ തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി ഗാദ്യന്മാർ ചെയ്തത് ദൈവത്തിന് വിരോധമായതായിരുന്നു.
അത് ഇനി ആവർത്തിക്കപ്പെടരുത്. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് വിരോധമായിട്ടുള്ളതല്ല, ദൈവത്തിന് ഹിതമായിട്ടുള്ളതായിരിക്കട്ടെ. ദൈവത്തിന് ഹിതമായിട്ടുള്ളതായിരിക്കട്ടെ.